ഹേ, ഐ എം ഫർഹാന. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് സമയത്തെ എങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒന്നാണല്ലോ സമയം. തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളിൽ ഒന്നും കൂടിയാണ് സമയം. പണം നമുക്ക് പിന്നീട് ഉണ്ടാക്കാം, പക്ഷേ സമയം ഒരിക്കലും നമ്മെ കാത്തിരിക്കില്ല, അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതിനെങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനുള്ള 6 ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. വേറൊരു കാര്യം, ഖുർആനിൽ പലതവണ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് സമയത്തെക്കുറിച്ച്. അപ്പോൾ സമയത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഫസ്റ്റ് വണ്ണാണ് പ്ലാനിങ്. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളൊരു പ്ലാനിങ്. ദിശയില്ലാത്ത കപ്പൽ പോലെയാവരുത് നമ്മുടെ ജീവിതം. അതിനെവിടെ എത്തിച്ചേരണം എന്നൊരു ദിശയിലല്ലേ, അതുപോലെയാവരുത്. എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക. അതിന് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് ഫസ്റ്റ് ടു ഡു ലിസ്റ്റിലെ ഫസ്റ്റ് ടാസ്ക് തന്നെ അതിരാവിലെ എഴുന്നേൽക്കുന്നതായിരിക്കും. ശീലമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അതിരാവിലെ എഴുന്നേൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് പിന്നെ റിഗ്രറ്റായി മാറരുത്. അതിരാവിലെ നമ്മൾ അലാറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കിടന്നതായിരിക്കും, പക്ഷേ അലാറം അടിക്കുമ്പോൾ എണീക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ ഇന്ന് ഏതായാലും ഒന്നും നടന്നില്ല, രാവിലെ എണീക്കാനും പറ്റില്ല എന്ന് പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാതെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇനി പിന്നെ ചെയ്യുക എന്ന് കരുതി മാറ്റി വെക്കുക. ഈ ഒരു ശീലം ഒഴിവാക്കുക. ഒരു ദിവസത്തെ ഒരു കാര്യം മോശമായി എന്ന് കരുതി ആ ദിവസം മോശമാവുന്നില്ല, ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യുക. സെക്കൻഡ് വണ്ണാണ് പ്രയോറിറ്റി കൊടുക്കുക. 3 കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമുക്ക് ചെയ്യേണ്ട 3 കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ നാളെ നമുക്കൊരു എക്സാമാണ്. എക്സാമിന് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, അപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കുക. തേർഡ് വണ്ണാണ് ടൈം ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. ഈ റെസ്റ്റ് ഇല്ലാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് ബോറടിക്കുക, എനർജി ഡൗൺ ആവുക, അപ്പോൾ നമുക്കൊരു മൂഡ് ഉണ്ടാവില്ല പഠിക്കാൻ. അപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. നെക്സ്റ്റ് വേണ്ടത് നമുക്കെല്ലാവർക്കും ഇച്ചിരി പാടുള്ളൊരു സംഭവമാണ് മൊബൈൽ കൺട്രോൾ. നമ്മുടെ പകുതി സമയവും നഷ്ടമാവുന്നത് മൊബൈലിലൂടെയാണല്ലേ. ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ്റെ പുറത്ത് നോക്കിയതായിരിക്കും, എന്നിട്ട് റീൽസും തോണ്ടി അങ്ങനെ ഇരിക്കും. നമ്മൾ തന്നെ സമയം പോകുന്നത് അറിയില്ല. ഇത് ശരിക്കും ഒരു കെണിയാണ്. അപ്പോൾ എന്താക്കുക, നമ്മൾ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്ത് ഫോൺ കൊണ്ടുപോയി വെക്കാം. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു റൂമിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ മറ്റേ റൂമിൽ ഫോൺ കൊണ്ടുവയ്ക്കുക. ഇത് മാനേജ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അടുത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്കൊന്നുകൂടി ഈസി ആയി തോന്നില്ലേ. ഇപ്പോൾ വീട്ടിലൊരു ഉമ്മയില്ലാത്ത ദിവസം, പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഉമ്മയില്ലാത്തൊരു ദിവസം നമ്മൾ പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി നമ്മളോട് പണിയെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം, ഫുഡ് ഉണ്ടാക്കലൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയുണ്ടായില്ല. അപ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കും. നേരെ മറിച്ച് ഉമ്മയാണെങ്കിൽ കറക്റ്റ് ടൈമിനാവും. അതെന്താ, ഉമ്മ ഡെയിലി റുട്ടീനായി മാറിക്കഴിഞ്ഞു ഉമ്മാൻ്റെ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഏതൊരു വർക്കിന് പോവുകയാണെങ്കിലും ഫസ്റ്റ് കുറച്ച് ടാസ്ക് ആയിരിക്കും, പിന്നീട് അതിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടെ ഈസി ആവില്ലേ. ഇതാണ് ദ ലാസ്റ്റ് വൺ, സെൽഫ് അപ്രിഷ്യേറ്റ്. നമ്മളെപ്പോഴും നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യണം. എനിക്കൊന്നിനും കഴിയൂല, എന്നെക്കൊണ്ട് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡിന് ഓൾറെഡി അങ്ങനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും ഒരു മൂഡ് ഉണ്ടാവില്ല. എനിക്കല്ലെങ്കിലും അതിനുള്ള കഴിവില്ല, അത് കഴിയൂല, ഇത് കഴിയൂല. എപ്പോഴും ഈ നെഗറ്റീവ് ടോക്ക് മാറ്റിയിട്ട് സെൽഫിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടോക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അൽഹംദുലില്ലാ, അതിനെക്കൊണ്ട് ഇന്ന് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ, ഞാനൊരു പൊളി തന്നെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അത് ചെയ്യാനുള്ള എനർജി കൂടും, അതുപോലെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു മൈൻഡിൽ ആ ഒരു ഇത് ഫിക്സായി കഴിഞ്ഞു. അങ്ങനെ സെൽഫിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.